പക്ഷെ ആ വേദനയിൽ അയാൾ ശബ്ദിക്കും മുൻപേ എതിർവശത്തെ മരത്തിൽ കൊണ്ടുപോയി തലയിടിപ്പിച്ച് അയാളെ ഋഷി ബോധം കെടുത്തി. ശബ്ദം കേട്ടും കൂട്ടാളികളെ തിരഞ്ഞും വന്ന ഓരോരുത്തരെയും ഋഷി നിഷ്പ്രയാസം ആക്രമിച്ച് വീഴ്ത്തി. ഒടുവിൽ തലവൻ മാത്രം ബാക്കിയായി. ഋഷി പതിയെ അയാൾക്ക് നേരെ നടന്നു. അയാളുടെ പുറകിൽ നിന്ന് പതിയെ അവന്റെ തോളിൽ തൊട്ടു. ഞെട്ടി അയാൾ തിരിഞ്ഞു നോക്കും മുൻപേ ഋഷി അവിടെ നിന്ന് മാറിയിരുന്നു. എടാ ഭീരു, ഇരുട്ടത്ത് നിന്ന് ഭീരുവിനെ പോലെ ഓരോന്ന് കാണിക്കാതെ ചുണയുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ വെളിച്ചത്തോടാ, ദേഷ്യത്തോടെ ആ നേതാവ് ഉറക്കെ പറഞ്ഞു. അയാൾ അതും പറഞ്ഞു ക്ഷുഭിതനായി തിരിഞ്ഞതും ഋഷിയുടെ മുഖമായിരുന്നു കണ്ടത്. ഋഷിയെ കണ്ടതും മുഷ്ടി ചുരുട്ടി ഇടിക്കാനായി അയാൾ കൈ ഉയർത്തി. പക്ഷേ ഋഷി ആ ഇടിയിൽ നിന്നും വേഗത്തിൽ ഒഴിഞ്ഞു മാറിയ ശേഷം തിരിഞ്ഞ് തന്റെ ഒരു കൈയാൽ നേതാവിന്റെ കൈ പിടിച്ചു വെച്ചു. എന്നിട്ട് തന്റെ മറു കൈയാൽ നേതാവിന്റെ കഴുത്ത് ഞെരിച്ചു. അടുത്ത ഏതാനും നിമിഷത്തിൽ തന്നെ വെപ്രാളത്തിൽ നേതാവിന്റെ 2 കണ്ണുകളും അടഞ്ഞു. അയാൾക്ക് ശ്വാസം കിട്ടാതെയായി. അന്നേരം തന്നെ അയാളുടെ കാലിൽ എന്തോ ഇടഞ്ഞു കയറി കടിച്ചു. അയ്യോ ബ്രോ, ബ്രോയുടെ കാലിൽ ഒരു പാമ്പ്! അടികൊണ്ട് ബോധം പോയ പോലെ കിടന്ന ഷിൻഡോ ഭയപ്പാടോടെ അലറി. അയ്യോ പാമ്പ്! വേദനയോടെ നേതാവ് ഭയന്ന് നിലവിളിച്ചു. ഋഷി വേഗത്തിൽ പിന്നിലേക്ക് നീങ്ങി താഴെ കിടന്ന ടോർച്ചെടുത്ത് അയാളുടെ കാലിൽ തട്ടി. പെട്ടെന്ന് തലയ്ക്ക് തട്ടിയതും പാമ്പ് ശരിക്കും വേഗത്തിൽ അവിടെ നിന്നും ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് ഇഴഞ്ഞു പോയിരുന്നു. അയ്യോ, അത് ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പല്ലേ, രാജവെമ്പാല! മറ്റൊരാൾ ഭയത്തോടെ ചോദിച്ചു. രാജവെമ്പാലയാണ് കടിച്ചതെന്ന് കേട്ടതും അയാളെ രക്ഷിക്കാനുള്ള പ്രതീക്ഷ അവരിൽ എല്ലാവരിലും അസ്തമിച്ചു. എന്നാൽ ഋഷി അതൊന്നും ശ്രദ്ധിക്കാതെ അയാളെ രക്ഷപ്പെടുത്താനുള്ള തന്ത്രപ്പാടിലായിരുന്നു. ആരെങ്കിലും ഷർട്ട് അഴിച്ചു തന്നേ, പെട്ടെന്നാവട്ടെ, ഋഷി ഉറക്കെ പറഞ്ഞു. എല്ലാവരും അമ്പരന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ പാനിക് ആവുന്നത് കണ്ടതും ഋഷി വീണ്ടും വെപ്രാളത്തിൽ പറഞ്ഞു. കൂട്ടത്തിലെ ആ പയ്യൻ ഷിൻഡോ മറ്റൊന്നും ചിന്തിക്കാതെ തന്റെ ഷർട്ട് അഴിച്ച് ഋഷിക്ക് കൊടുത്തു. ഋഷി അത് വാങ്ങി പാമ്പ് കടിയേറ്റ നേതാവിന്റെ കാലിൽ മുറുകെ കെട്ടി. ഇയാളെ മയങ്ങാനോ ഉറങ്ങാനോ സമ്മതിക്കരുത്, മുഖത്ത് തട്ടിക്കൊണ്ടേയിരിക്കണം, ബോധം നിലനിർത്താൻ ശ്രമിക്ക്, ഞാൻ ഉടനെ തിരിച്ചു വരും. അയാളുടെ കൂട്ടാളികൾക്ക് നിർദ്ദേശം നൽകി ഋഷി അവിടെ നിന്നും ടോർച്ചും എടുത്തുകൊണ്ട് കാട്ടിലേക്ക് ഓടി. ഞാൻ വരുമ്പോൾ വിഷം നിർവീര്യമാക്കുന്ന മരുന്നൊന്നും കയ്യിൽ കരുതിയിരുന്നില്ല. ഇനി പുതിയ പച്ചമരുന്ന് ഉണ്ടാക്കിയാലേ പറ്റൂ. ആ ഔഷധ സസ്യം ഇവിടെ എവിടെയെങ്കിലും കാണാതിരിക്കില്ല. അതുവരെ അയാൾ ഒന്ന് പിടിച്ചു നിന്നാൽ മതിയായിരുന്നു. ഋഷി സ്വയം പറഞ്ഞുകൊണ്ട് നിലത്ത് ടോർച്ചടിച്ച് എന്തോ തിരഞ്ഞുകൊണ്ടിരുന്നു. ഭാഗ്യവശാൽ അവൻ തിരയുന്ന ചെടി അവന്റെ കണ്ണിൽ പെടുകയും ആവേശത്തോടെ അതും പിഴുതുകൊണ്ട് അവൻ ആനവേട്ടക്കാർ ഉള്ളിടത്തേക്ക് ഓടുകയും ചെയ്തു. അപ്പോഴേക്കും പാതി അബോധാവസ്ഥയിലായി കഴിഞ്ഞിരുന്നു പാമ്പ് കടിയേറ്റയാൾ. അയാളുടെ വാ തുറന്നു പിടിക്ക്, ഋഷി അയാളുടെ അടുത്തിരുന്നവരോട് പറഞ്ഞു. മറ്റൊന്നും ചിന്തിക്കാതെ അവർ അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അപ്പോഴേക്കും അവൻ ആ സസ്യത്തിന്റെ ഇലകൾ പിഴിഞ്ഞ് നീരാക്കി പാമ്പ് കടിയേറ്റ ആളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു. 2 മണിക്കൂർ മാത്രമേ ഈ മരുന്ന് കൊണ്ട് അയാളുടെ ശരീരത്തിലെ വിഷം പിടിച്ചു നിർത്താൻ പറ്റൂ. അതുവരെ വിഷം രക്തത്തിൽ കലരില്ല. അതിനു മുമ്പ് ഇയാൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്ക്. കൂടുതൽ സമയമെടുത്താൽ പിന്നെ ആർക്കും ഇയാളെ രക്ഷിക്കാൻ കഴിയില്ല. ഋഷി അവരോട് പറഞ്ഞത് കേട്ടതും തലയാട്ടിക്കൊണ്ട് അവരിൽ അല്പം ബലം കൂടിയാൽ അയാളെ പൊക്കി തോളിൽ വെച്ചുകൊണ്ട് വേഗം അവിടെ നിന്നും ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറായി. 1 മിനിറ്റ്, ഋഷി പെട്ടെന്ന് വിളിച്ചതും അവർ പരിഭ്രമത്തോടെ തിരിഞ്ഞു നോക്കി. ദേ, ഒരിക്കൽ കൂടി നിങ്ങൾ ഇങ്ങനെ വേട്ടയാടാൻ വന്നായിട്ട് കണ്ടാൽ പിന്നെ നീയൊന്നും എണീറ്റ് നിൽക്കില്ല. ജീവനോടെ ഒറ്റയെണ്ണം ഉണ്ടാവില്ല, കേട്ടല്ലോ. ഇവിടെ ഈ കാട്ടിൽ എവിടെയും ഒരെണ്ണത്തിനെയും കണ്ടുപോരുത്. നീയൊക്കെ എവിടെ വേട്ടയാടാൻ പോയാലും ഞാൻ അവിടെ വരും, നിന്നെയൊക്കെ ഇല്ലാതാക്കാൻ. അതിനെനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, പറഞ്ഞു കേട്ടല്ലോ. ഋഷി താക്കീത് ചെയ്ത് പറഞ്ഞതും അവർ പെട്ടെന്ന് തലയാട്ടി. സമയം കുറവായതിനാൽ അവിടെ നിന്നും അവരുടെ നേതാവിനെയും കൊണ്ട് അവർ കഴിയുന്നത്ര വേഗത്തിൽ ഓടാൻ തുടങ്ങി. പക്ഷേ അവരുടെ കൂട്ടത്തിലെ ഷിൻഡോ പോകാതെ മടിച്ചു അവിടെ തന്നെ നിന്നു. എന്താ, നീ പോകുന്നില്ലേ? ഋഷി സംശയത്തോടെ ചോദിച്ചു. അല്ല, നീ പ്രേതമാണോ അതോ ദൈവമാണോ? ആരാ നീ? കാണാൻ മനുഷ്യനെ പോലെയൊക്കെ ഉണ്ട്, എന്നാലും. അവൻ പറയുന്നത് കേട്ട് ഋഷിക്ക് ചിരി വന്നു. അത് ശരി, നീ ഇത് ചോദിക്കാനാണോ ഇവിടെ തന്നെ നിൽക്കുന്നത്? ഋഷി തന്റെ ചിരി മറച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. ഈ സിനിമയിലൊക്കെ പാമ്പ് കടിയേറ്റ ആ രക്തം ഊറി പുറത്തേക്ക് തുപ്പിക്കളയുമല്ലേ ചെയ്യുന്നേ? നീ അതെന്താ ചെയ്യാതിരുന്നേ? പണ്ടത്തെ വിശ്വാസങ്ങൾ അടിയുറച്ച് വിശ്വസിച്ച ഒരു കുട്ടിയെപ്പോലെ അവൻ ചോദിച്ചു. ഓ, അതാണോ നിന്റെ സംശയം? നിന്റെ നേതാവിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ മരിക്കണോ? അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു വൈദ്യനല്ല ഞാൻ. വിഷത്തിന് ഉപയോഗിക്കുന്ന ആ പച്ചമരുന്ന് എനിക്കറിയാം.
അത് ഞാൻ അയാളെ കൊണ്ട് കുടിപ്പിച്ചു. ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടും. ആ, നീ അവരുടെ കൂടെ പോവാഞ്ഞെന്താ? പിന്നെ ഞാൻ സത്യത്തിലൊരു വലിയ കടുവയാണ്. മനുഷ്യന്റെ രൂപത്തിലേക്ക് മാറാൻ പറ്റുന്ന കടുവ. ചിരി അടക്കിക്കൊണ്ട് ഋഷി നിസ്സാരമായി പറഞ്ഞു. എന്താ? കടുവയോ? ഋഷി പറഞ്ഞത് വിശ്വസിച്ചതുപോലെ ഷിൻഡോ വിളറിയ മുഖത്തോടെ അവനെ നോക്കി. അതെ, ഞാനൊരു മാനിനെ കുറച്ചു മുൻപ് കഴിച്ചതേ ഉള്ളൂ. ഇനി അടുത്ത ഇരയെ പിടിക്കാനുള്ളതാ. മിക്കവാറും ഇന്നത്തെ അടുത്ത ഇര മനുഷ്യനാണെന്ന് തോന്നുന്നു. അതും നല്ല ഇളം മാംസമുള്ള മനുഷ്യൻ. ഋഷി പറഞ്ഞതും ഷിൻഡോയുടെ മുഖം ഒരു പ്രേതത്തെ കണ്ടതുപോലെ വിളറി. പിന്നെ ഒരു നിമിഷം പോലും കളയാതെ അവൻ അവിടെ നിന്നും തന്റെ ജീവനും കൊണ്ട് ഓടിയിരുന്നു. ഋഷി ഓടിപ്പോകുന്ന പയ്യനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് അവന്റെ തൊട്ടു പിന്നാലെയായി വീണ്ടും ആ വൃദ്ധൻ വന്നു നിന്നതും അവന്റെ തോളിലേക്ക് കൈവച്ചതും. പെട്ടെന്നായതുകൊണ്ട് ഋഷി ആകെ ഞെട്ടിപ്പോയിരുന്നു. അമ്മേ! പേടിച്ച ഋഷി തന്റെ നെഞ്ചിൽ കൈവച്ച് ഒരടി പിന്നോട്ട് വേച്ചുകൊണ്ട് വിളിച്ചുപോയി. ഏയ്, പേടിക്കാതെ, ആ വൃദ്ധൻ ഋഷിയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. എന്റെ പൊന്നപ്പുപ്പ, ഞാനാണ് എപ്പോഴും എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. ആ എന്നെ തന്നെ പേടിപ്പിക്കാൻ നിങ്ങളെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ട് പറ്റൂല. ഋഷി തന്റെ ശ്വാസഗതി നേരെയാക്കിക്കൊണ്ട് അയാളോട് പറഞ്ഞു. അത് കേട്ടതും വൃദ്ധന്റെ ചിരി നിലച്ചു. അയാൾ കുറച്ചുനേരം ഋഷിയെ നോക്കി നിന്ന ശേഷം ഒന്നും മിണ്ടാതെ അവിടെ നിന്നും വേഗം നടന്നു തുടങ്ങി. ഋഷി വീണ്ടും ഞെട്ടി. അയ്യോ, ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ? അങ്ങനെയാണെങ്കിൽ അക്കാര്യം തുറന്നു പറയൂ പ്ലീസ്. ഇങ്ങനെ എന്നെ ഇട്ട് വട്ടം ചുറ്റിക്കാതെ. ഋഷി ഉറക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും ആ വൃദ്ധനിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. അയാൾ വേഗത്തിൽ നടന്നു. ഹലോ സാർ, എനിക്കൊന്നും മനസ്സിലായില്ല. അതാ ഞാൻ ചോദിച്ചത്. പ്ലീസ്, എന്താണെങ്കിലും ഒന്ന് തുറന്നു പറയൂ. നിങ്ങളെപ്പോലെ എനിക്ക് മനുഷ്യരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവൊന്നുമില്ല. പ്ലീസ് പറഞ്ഞിട്ട് പോകൂ. ദേ, വീണ്ടും ഇനി നിങ്ങളെ കാണാതെ പോവോ? ഇപ്പൊ തന്നെ നിങ്ങൾ കാരണമാ ഞാൻ ഇവിടെ വന്ന് കാടിന് നടുവിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഇനി വീണ്ടും എന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് മുങ്ങിക്കളയല്ലേ. ഞാൻ ശരിക്കും ഒറ്റയ്ക്കായി പോവും. ഋഷി വിളിച്ചു പറഞ്ഞു. പക്ഷേ നേരത്തെ ഉണ്ടായ പോലെ തന്നെ വൃദ്ധനിൽ യാതൊരു മാറ്റവും വന്നില്ല. അതോടെ വേറെ വഴിയില്ലാതെ ഋഷി ധൃതിയിൽ ആ വൃദ്ധന്റെ പുറകെ ഓടാൻ തുടങ്ങി. അപ്രത്യക്ഷനാവില്ലേ അപ്പൂപ്പ, പ്ലീസ്. അയാൾക്ക് പിന്നാലെ ഓടും വഴി ഋഷി വിളിച്ചു പറഞ്ഞു. ഇത്തവണ ഋഷി ഭയന്ന പോലെ ആ വൃദ്ധൻ അപ്രത്യക്ഷനായില്ല. അയാൾ അതേ വേഗത്തിൽ തന്നെ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. പുറകെ ഋഷിയും. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു നിശ്ചിത സ്ഥലത്തിന് മുന്നിൽ എത്തിയതും അയാൾ അവിടെ നിന്നു. ഋഷിയും അയാളുടെ അടുത്ത് ചെന്ന് നിന്നു. എന്താ നിന്നത്? ഇൻവിസിബിൾ ആവാനാണോ? ഇസ് ദർ എനി പ്രോബ്ലം? അയാൾ അവിടെ നിന്നത് കണ്ടതും ഋഷി സംശയത്തോടെ ചോദിച്ചു. അയാൾ തിരിഞ്ഞ് ഋഷിയെ നോക്കി. ഋഷിയും സംശയത്തോടെ അയാളെ നോക്കുകയായിരുന്നു. പതിയെ ആ വൃദ്ധൻ ഋഷിന്റെ തോളിൽ കൈവച്ചു. ശേഷം പതിയെ തന്റെ കണ്ണുകൾ രണ്ടും മൂടി അയാൾ എന്തോ മന്ത്രം ജപിച്ചു. അതോടെ പെട്ടെന്നൊരു പ്രകാശവലയം അവർക്ക് ചുറ്റും മൂടി. ഋഷിയാകെ സ്തംഭിച്ചു പോയിരുന്നു. ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത പോലെ. അവനൊന്ന് കണ്ണു ചിമ്മി തുറന്നതും അടുത്ത നിമിഷം അവനുമായി ആ വൃദ്ധൻ ഒരു കൽക്കെട്ടിന് മുന്നിൽ വന്നു നിന്നു. ആ കൊടുങ്കാട്ടിൽ നിന്നും മിന്നൽ വേഗത്തിൽ ഈ വലിയ കെട്ടിടത്തിന് മുന്നിൽ താൻ എത്തിയത് എങ്ങനെയാണെന്ന് എത്ര തല പുകച്ച് ആലോചിച്ചിട്ടും ഋഷിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവനാകെ ആശ്ചര്യപ്പെട്ട് നിന്നുപോയിരുന്നു. ഒന്ന് മര്യാദയ്ക്ക് ശ്വസിക്കാൻ പോലും മറന്നെന്ന പോലെ. നമ്മളെങ്ങനെ പെട്ടെന്ന് ഇവിടെ എത്തി? ആ കാട്ടിലായിരുന്നില്ലേ? ആൻഡ് ഇതേതാ ഈ സ്ഥലം? നമ്മളെന്താ ഇവിടെ? അവിടെ എത്തി അമ്പരപ്പ് വിട്ട് മാറാതെ ഋഷി ആ കെട്ടിടത്തിന് ചുറ്റും നടന്നു ചോദിച്ചു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.